ഹലോ, ഇന്നത്തെ വീഡിയോ 2023 പ്ലാനറാണ്. ഞാൻ എങ്ങനെയാണ് ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം പ്ലാനിങ്ങിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ബൗണ്ട് ആൻഡ് ഫൗണ്ടിൻ്റെ നോട്ട്ബുക്കാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിരുന്നു ഫാക്ടർ നോട്ട്സിൻ്റെ നോട്ട്ബുക്കിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഏതാണ്ട് ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള പേജസും സിമിലർ ആയിട്ടുള്ള ഒരു തിക്നെസ്സും ഒക്കെയാണ് അതിൻ്റെ പേപ്പറിനും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ട് നോട്ട്ബുക്സ് യൂസ് ചെയ്താലും നല്ലത് തന്നെയാണ്. വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ നോട്ട്ബുക്ക് തന്നെയാണ്. പിന്നെ ഈ നോട്ട്ബുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബൗണ്ട് ആൻഡ് ഫൗണ്ടിൻ്റെ ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ പുറം കവർ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഭംഗിയുള്ളൊരു കവറാണ്. ഒരു ഗേളിൻ്റെ ഇല്ലസ്ട്രേഷനൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ നല്ലൊരു കോട്ടും കൂടിയാണ് കൊടുത്തിട്ടുള്ളത്, ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയോടെ, ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. ഞാൻ ഒരുപാട് പേജസ് ഒന്നും ഇയർലി പ്ലാനിങ്ങിൽ കൊടുക്കുന്നില്ല. എൻ്റെ ജാനുവരി മന്ത്ലി പ്ലാനർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ മന്ത്ലി സ്പ്രെഡൊക്കെ ഉണ്ടാവും. ഒരു ഇയർലി പ്ലാനറിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. എഴുതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാം ഒന്ന് പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാനായിട്ട് ഈസി ആയിരിക്കും. തെറ്റിപ്പോകുമെന്ന് പറയുന്നൊരു പേടി നമുക്ക് ഉണ്ടാവില്ല. ഫസ്റ്റ് പേജിൽ നമ്മൾ ഒരു 2023 എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ പിക്ചറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്ലോറൽ ഡെക്കറേഷൻ തന്നെയാണ് ഈ 4 പേജസിൽ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജിൽ വാട്ടർ കളർ കൊണ്ടൊരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ, അത് ജസ്റ്റ് ഒന്ന് വാട്ടർ കളർ കൊണ്ട് തന്നെ അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഫ്ലോറൽ ഡിസൈൻ്റെ അടുത്തായിട്ട് 2023 എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ വാട്ടർ പ്രൂഫ് ജെൽ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോർമലി നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ജെൽ പെന്നല്ല, ബ്രസ്റ്റോൻ്റെ ടെക്നിക്കൽ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വരയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന, പല സൈസിൽ കിട്ടും, വരയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പേനയാണ്. ഇത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം പെന്നാണ് നമ്മൾ ഈ വീഡിയോയിലും യൂസ് ചെയ്തിട്ടുള്ളത്. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്യും എന്നുള്ളൊരു പേടിയൊന്നുമില്ല. അഥവാ നനഞ്ഞാലും പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 2023 എന്ന് ഭംഗിയായിട്ട് ഡാർക്കൻ ചെയ്തിട്ട് ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. കവർ പേജിൽ ജസ്റ്റ് ഇത്രയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് തന്നെ മതിയാവും. ഇനി അതിൻ്റെ ആ കവർ പേജിൻ്റെ തൊട്ടടുത്ത പേജിൽ ഒരു കലണ്ടർ പോലെ കൊടുക്കുന്നുണ്ട്. ഫ്യൂച്ചർ ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കലണ്ടറാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ട്വൽവ് മന്ത്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കലണ്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുഞ്ഞായിട്ട്, തീരെ ചെറുതായിട്ട് എഴുതുന്നുള്ളൂ. മുൻപ് പറഞ്ഞ ടെക്നിക്കൽ പെൻ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതിൽ ഏറ്റവും ചെറിയ സൈസാണ് ഈ ഡേറ്റ് എഴുതാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴെ നമ്മൾ ഫ്യൂച്ചർ ലോഗ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി സൈസ് കൂടിയ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇത്രയാണ് ഈ പേജിൽ കൊടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആ ഒരു വൈറ്റ് ഷീറ്റിൽ ഒരു ബ്ലാക്ക് പെന്നും പിന്നെ ആ ഡിസൈനും ഒക്കെ വരുമ്പോൾ ഈ പേജ് കാണാനായിട്ട് ഒരു രസം ഉണ്ടാവും. അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പേജ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അടുത്തതായിട്ട് സെക്കൻഡ് പേജിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് പേജിലാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വർഷത്തെ ഗോൾസ് 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ, റിലേഷൻഷിപ്പ്, കരിയർ, ഹെൽത്ത് എന്ന്. ഈ 4 സെക്ഷനിലും ഞാൻ പ്ലാൻ ചെയ്യുന്ന എൻ്റെ ഈ വർഷത്തെ ഗോൾസ് എഴുതാനുള്ളൊരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ പേജിൽ നമ്മൾ ഗോൾസ് എന്ന് എഴുതുന്നത് സെയിം പെന്ന് തന്നെ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള സബ് ഡിവിഷൻസും നമ്മൾ ആ സെയിം പെന്ന് തന്നെ ഉപയോഗിച്ചിട്ട് എഴുതുന്നു. സൈഡിലായിട്ട് ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. അതാണിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നേ നമ്മൾ കൊടുത്ത ഫ്ലോറൽ ഡിസൈൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് സൈഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷൻ എഴുതാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോറൽ ഡിസൈനും ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സബ് ഡിവിഷൻസും എഴുതുന്നുണ്ട്. എന്നിട്ട് ഈ പേജിൽ നമ്മളൊരു ന്യൂഡ് ഷെയ്ഡിലുള്ള ബ്രഷ് പെൻ ഉപയോഗിച്ചിട്ട് ആ ഓരോ കോളംസും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് കളർ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്നില്ല, ഇത് ചെയ്യാണ്ട് തന്നെയായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ കുഴപ്പമില്ല, കൊടുത്താലും അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണുന്ന വിധത്തിൽ ഇരിക്കും. ബ്രഷ് പെൻ വാട്ടർ പ്രൂഫ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി ജെൽ പെൻ വെച്ച് എഴുതിയാലും അവിടെ ബ്ലീഡൊന്നും ആവില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഗോൾസിൻ്റെ പേജിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് വിഷ് ലിസ്റ്റ് ആണ്. വിഷ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വർഷം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, 2023 ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് എഴുതാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മൂവീസ്, ബുക്സ്, ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന റെസിപ്പീസ്, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും താഴെ നമ്മൾ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം പെൻ ഉപയോഗിച്ചിട്ട് വിഷ് ലിസ്റ്റ് എന്ന് കൊടുത്തിട്ട് ഈ 4 കാറ്റഗറീസ് ആഡ് ചെയ്യുന്നു. ഇതും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒലിവ് ഗ്രീൻ കളറിലുള്ള ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നേരിട്ട് കാണാനായിട്ട് ഇത്ര ബ്രൈറ്റ് കളറല്ല, കുറച്ചുകൂടി ഡള്ളായിട്ടുള്ളൊരു കളറാണ്. ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പേസ്റ്റൽ ബ്രഷ് പെൻസ് ആണ്. ഇപ്പം ഞാനിത് ഡോംസിൻ്റെ ബ്രഷ് പെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ബ്രഷ് പെൻസ് ആയിരുന്നാലും കുഴപ്പമില്ല, വാട്ടർ പ്രൂഫ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്ത് എഴുതുമ്പോൾ സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് പേജാണ്. ഇതും എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള പേജ് തന്നെയാണ്. ഈ വർഷമാണ് ഞാനിത് ആഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം എല്ലാ മന്തിലും എഴുതി വയ്ക്കുമായിരുന്നു ഞാൻ. അതിൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എഴുതി വയ്ക്കുന്നതാണ്. നമ്മുടെ പ്ലാനറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് ഓരോ മാസവും സംഭവിച്ച നമുക്ക് താങ്ക്സ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്ന ആ കാര്യം എഴുതാനുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് ഡിസംബർ വരെ എല്ലാ മാസവും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ നമുക്ക് ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയ ആ പ്രധാനപ്പെട്ട കാര്യം മാത്രം എഴുതി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ലോഗ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് 2023 എന്ന സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ മുന്നേ കൊടുത്തതുപോലെ തന്നെ ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ഇവിടെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എഴുതാനുള്ള സ്പേസ് ഒന്ന് ബ്രഷ് പെന്ന് കൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, യു ഹാവ് മൈ ഡീപ്പസ്റ്റ് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. ഈ പേജിൻ്റെ ഡിസൈൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റേ 2 പേജുകൾ ഒരു ആഗ്രഹിച്ച പോലത്തെ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും ധൃതി പിടിച്ച് ചെയ്തത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ അത്ര ഭംഗിയായില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വർഷത്തെ പ്ലാനർ. സിമ്പിളായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നമ്മുടെ ഗോൾസും വിഷ് ലിസ്റ്റും ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കലണ്ടറൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാൻ മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഓരോ മാസവും സെപ്പറേറ്റ്ലി പ്ലാൻ ചെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മാസവും എങ്ങനെയാണ് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.